കട്ട്ലറ്റ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ മുട്ടക്കൂട്ട് അല്ലെങ്കിൽ മൈദയുടെ മിക്സിൽ ഡിപ്പ് ചെയ്ത് പിന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ തിരിച്ച് മറിച്ച് എടുക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് ഭയങ്കര വൃത്തിയിടാവാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മുട്ടക്കൂട്ടല്ല കേട്ടോ, ഇത് മൈദ വെറുതെ ഒരല്പം ഉപ്പും പിന്നെ വെള്ളവും ചേർത്തിട്ട് ഈ ഒരു തിക്നെസ്സിൽ കേട്ടോ, ഇത്ര ഒരു പാലാടയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയതാണ്. ഇത് ബ്രെഡ് കുറച്ച് വേപ്പില ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. നമ്മൾ ഒരു കട്ട്ലറ്റ് എടുത്ത് ഇതിലേക്ക് ഇട്ടു. ഇനി ഒരു ഫോർക്ക് വെച്ച് ചെയ്യുമ്പോഴാണ് എളുപ്പം. അപ്പോൾ അധികമുള്ള മൈദയുടെ മിക്സ് അങ്ങോട്ട് പോയിക്കോളൂ. ഇനി ഇത്രയും ഈ ഒരു നനവിൽ ഇതുപോലെ ഒരു ലെയർ ഉണ്ടായിരിക്കണം കേട്ടോ, അതിൻ്റെ മേലേക്ക് വേണം ഇത് ഇടാനായിട്ട്. ഇനി ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. നമ്മൾ കൈ കൊണ്ട് തൊടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഇളക്കിയാൽ അത് ബ്രെഡ് ക്രംസ് അതുമ്പോൾ മുഴുവനും പിടിച്ചോളും. ഇനി പിടിക്കാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഇത് കണ്ടോ, എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് കൈ കൊണ്ട് ചെയ്യാം. അപ്പോൾ കയ്യിലൊന്നും മാവ് ഒട്ടിപ്പിടിക്കില്ല, നല്ല എളുപ്പമാണ്. ഇപ്പോൾ മുട്ടയിൽ ചെയ്യുന്നതാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി, ഭയങ്കര നല്ലതാണ്. കൈയൊന്നും വൃത്തിയിടാവില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനൊരു പാത്രവും നല്ലതാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് കുലുക്കാനൊക്കെ എളുപ്പമായിരിക്കും. കുറച്ചുകൂടെ വട്ടുള്ളതാണെങ്കിൽ ഒറ്റയടിക്ക് ഒരു 3-4 വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. മൈദയുടെ മിക്സിലിടുക, തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും മൈദ മിക്സ് കോട്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് ചിരിച്ച് പിടിച്ചതിന് ശേഷം ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ലെയർ അവിടെ ഉണ്ടായിരിക്കണം. ലെയറില്ലാത്ത ബ്രെഡ് ക്രംസ് ഇല്ലാത്ത ഭാഗത്തേക്ക് ഇടരുത്. അപ്പോൾ പിന്നെ ആ പാത്രത്തിൽ ആ മാവ് ഒട്ടിപ്പിടിക്കും. കണ്ടോ, 2 സൈഡും നന്നായിട്ടൊന്ന് ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ വളരെ എളുപ്പമല്ലേ.